ലോകത്തിലെ ഏറ്റവും വലിയ മരക്കാടാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഈ കാട് 9 രാജ്യങ്ങൾ വരെ നീണ്ടു കിടക്കുന്നു. ഇതിൽ 60% ബ്രസീൽ മാത്രമാണ്. എന്നിരുന്നാലും മനുഷ്യർ എത്തിയിട്ടില്ലാത്ത, അതല്ലെങ്കിൽ പരിശോധിക്കാത്ത നിരവധി ഭാഗങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ കണ്ടെത്തിയതിൽ വെച്ച് നിരവധി അപകടകരമായ പല ജീവികളെയും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യർ കണ്ടെത്തിയ ആമസോണിലെ 10 അപകടം നിറഞ്ഞ ജീവികളെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കിയാലോ. ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ ജലാശയങ്ങളിലും നദികളിലും ഒളിഞ്ഞിരിക്കുന്ന അപകടകാരിയായ ജീവിയാണ് ഗ്രീൻ അനാക്കൊണ്ട. 20 മുതൽ 30 അടി വരെ നീളവും 250 കിലോ വരെ ഭാരവുമുള്ള ഇവയാണ് ഭൂമിയിലെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഭാരമേറിയ പാമ്പ്. സാധാരണയായി മനുഷ്യരെ ഇത് ആക്രമിക്കാറില്ലെങ്കിലും എന്നാൽ ആമസോൺ മേഖലയിലെ വെള്ളത്തിലിറങ്ങുന്ന ഏവർക്കും ഇതൊരു അപകടകാരിയാണ്. ഇവ വിഷമില്ലാത്തവയാണെങ്കിലും തന്റെ ഇരയെ കണ്ടാൽ അതിനെ ചുറ്റിപ്പിടിച്ച് എല്ലുകൾ നുറുക്കി രക്തക്കുരലുകൾ പൊട്ടി അതിദാരുണമായ ഒരവസ്ഥയിൽ എത്തിക്കും. പല കളറിൽ കാണാൻ നല്ല രസമുള്ള ഇവ, എന്നാൽ ശരീരത്തിൽ വലിയ തോതിൽ വിഷം നിറച്ച ഇവയുടെ പേരാണ് പോയിസൺ ഡാർട്ട് ഫ്രോഗ്. കാണാൻ ഇവ നിസാരക്കാരനാണെങ്കിലും 100ഓളം ടോക്സിനാണ് ഇവയുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത്. ബാട്രാക്കോ ടോക്സിൻ എന്ന വിഷമാണ് ഇവയിൽ പ്രധാനമായും കാണുന്നത്. 10 ആളുകളെ പോലും നിഷ്പ്രയാസം കൊല്ലാൻ കഴിയും. ബ്യൂട്ടി വിത്ത് ഡേഞ്ചർ എന്ന വാക്കിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണിത്. ഇതിന്റെ സൈസ് നോക്കി ഇതിനെ ആരും പിടിക്കാൻ നിൽക്കണ്ട. ഇവന്റെ പേരാണ് ബുള്ളറ്റ് ആൻഡ്. 3 സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഇവന്റെ ഒരു കടി കിട്ടിയാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വെടിയുണ്ട തുളച്ചു കീറുന്ന അത്രയും വേദന ഉണ്ടാകും. അതും ആ വേദന 24 മണിക്കൂറോളം നിൽക്കുന്നു. ഭൂമിയിലെ ഏറ്റവും വേദനാജനകമായ കടി ഇവന്റെ പേരിലാണ്. ഇതൊരു മനുഷ്യനെ കടിക്കുമ്പോൾ ശാരീരികമായി അപകടകരമല്ലെങ്കിലും എന്നാൽ മെന്റൽ ട്രോമ വരെ ഉണ്ടാകാമെന്നും പറയുന്നു. ആമസോൺ കാട്ടിലെ രക്തം മാത്രം കുടിച്ച് ജീവിക്കുന്ന വാമ്പയർ ബാറ്റ്. ഇവയുടെ നീളം വെറും 9 സെന്റിമീറ്റർ മാത്രമാണ്. ഇവ തന്റെ പല്ലുപയോഗിച്ച് ഇരയുടെ ത്വക്കിൽ വളരെ ചെറിയ മുറിവുണ്ടാക്കുന്നു. ആ രക്തം ഊറ്റിക്കുടിച്ചാണ് ഇവ തന്റെ ജീവൻ നിലനിർത്തുന്നത്. ഇവയ്ക്ക് 3 ദിവസത്തിനുള്ളിൽ രക്തം കിട്ടിയില്ലെങ്കിൽ മരിക്കുന്നു. ആമസോണിലെ രാത്രിയിലെ വേട്ടക്കാരെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ആമസോൺ നദിയുടെ കറുത്ത ഭീകരൻ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് കൈമൻ. 20 അടി വരെ നീളത്തിൽ വളരുന്ന ഇവ മാനുകളെയും കുരങ്ങുകളെയും ഇടയ്ക്ക് മനുഷ്യരെയും ഇവ ഇരയാക്കുന്നു. തന്റെ ഇര മുന്നിൽപ്പെട്ടാൽ ഒറ്റ കടിയിൽ തന്നെ ഇരയുടെ അസ്ഥികൾ പൊട്ടിക്കുന്നു. ഇതിലൂടെ തന്റെ ഇരയെ ദാരുണമായ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. തന്റെ ഇരകളെ 30 സെക്കൻഡിനുള്ളിൽ തന്നെ പൂർണ്ണ അസ്ഥികൂടമാക്കാൻ കഴിയുന്ന പിരാന. ഇവർ എപ്പോഴും ഒരു കൂട്ടമായാണ് ജീവിക്കുന്നത്. 15 മുതൽ 25 സെന്റിമീറ്റർ വരെ നീളം വെക്കുന്ന ഇവ തന്റെ മൂർച്ചയുള്ള പല്ലുകൾ ഉപയോഗിച്ച് തന്റെ ഇരയെ കീറി മുറിക്കുന്നു. പിരാനകൾ മനുഷ്യരെ അധികം ആക്രമിക്കാറില്ല, എങ്കിലും രക്തത്തിന്റെ മണം കിട്ടിയാൽ അവ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കും. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ചിലന്തി എന്ന് വിളിപ്പേരുള്ള ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. ഇവ മനുഷ്യരെ കടിച്ചാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ദുസ്സഹമായ വേദനയും ഹൃദയമിടിപ്പിൽ വ്യത്യാസവും, ചില സമയങ്ങളിൽ മരണം വരെ സംഭവിക്കാം. ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ കൊണ്ട് തന്നെ തന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന ഹ്യൂമൻ ബോട്ട് ഫ്ലൈ. ഇവ നേരിട്ട് മനുഷ്യരെ കടിക്കാറില്ല. ഇവയുടെ മുട്ട കൊതുക് വഴി മനുഷ്യന്റെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. 60 ദിവസത്തോളം അവ മനുഷ്യരുടെ ചർമ്മത്തിൽ വളരും. പിന്നീട് അവിടെ വേദനയും ഉള്ളിൽ ചലിക്കുന്നത് പോലെയും നമുക്ക് തോന്നാം. എന്നിരുന്നാലും ഇതുവരെ മനുഷ്യർ സാധാരണയായി മരിക്കാറില്ല. പക്ഷേ ഇൻഫെക്ഷൻ, നെർവ് ഡാമേജ് വരെ ഇതുവരെ ഉണ്ടാകാം. ആമസോണിലെ നിശബ്ദ കൊലയാളി എന്ന് വിളിപ്പേരുള്ള ജാഗുവാർ. ക്യാറ്റ് ഫാമിലിയിലെ വെച്ച് ഏറ്റവും ശക്തമായ ബൈറ്റ് ഫോഴ്സ് തന്നെ ഇവയ്ക്കാണ്. ഇവ തന്റെ ഇരയെ തലയിൽ ലക്ഷ്യം വെച്ച് കടിക്കുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഇര ബ്രെയിൻ ഡാമേജ് മൂലം മരണം പെട്ടെന്നുണ്ടാകുന്നു. ഇനി ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ നദിയിലേക്ക് ചാടിയാലും രക്ഷയില്ല. കാരണം ഇവയ്ക്ക് നീന്താൻ അതിയായ ഇഷ്ടമാണ്. ഇത് ഒരേ സമയം വെള്ളത്തിലെയും കാട്ടിലെയും രാജാവാണ്. ആമസോൺ നദിയിലെ നീന്തുന്ന ബാറ്ററി എന്ന് വിളിപ്പേരുള്ള ഇലക്ട്രിക് ഈൽ. 600 വോൾട്ട് വരെ ഇവ തന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ശത്രുക്കളെ അകറ്റാനും ഇരയെ പാരലൈസ് ചെയ്യാനുമാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയിൽ നിന്ന് ഒന്നിലധികം ഷോക്ക് കിട്ടിയാൽ തന്നെ ശ്വാസം മുട്ടലും കുരഞ്ഞു വീരൽ, എന്തിന് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപകടകാരിയും വ്യത്യസ്തവുമായ ജീവി ഏതാണ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ.